ഹലോ വിവേഴ്സ്, അപ്പോൾ ബ്ലൻഡ് ടോക്കിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. തിയേറ്ററിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ OTT-യിലോട്ട് ഒരുപാട് സിനിമകൾ വരിയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിലെ ഹിറ്റുകളായിട്ടുള്ള പടങ്ങൾ അടക്കം ഇതാ OTT-യിൽ ഇന്നലെ മുതൽ റിലീസായിട്ടുണ്ട്. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കാത്ത സിനിമാ മോഹികളെ വരൂ, ഇതിലേ വരൂ, OTT-യിലേക്ക് വരൂ. OTT-യിലിരുന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് ഇഷ്ടം പോലെ സിനിമകൾ ഇതാ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. OTT-യിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനിയിപ്പം തിയേറ്ററിൽ പോകാൻ സിനിമ കാണാനുള്ള ഓപ്ഷനാണ്. കുടുംബസമേതം എത്ര ആളുണ്ടെങ്കിലും ആർക്കും ടിക്കറ്റ് എടുക്കാതെ ജസ്റ്റ് ഒരു മന്ത്ലി റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, പല OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പല OTT പ്ലാറ്റ്ഫോം റീചാർജ് ചെയ്ത് കാണേണ്ടി വരും. അല്ലാത്തവർ വ്യാജനടിച്ച് കുമ്മനടിച്ച് കാണേണ്ടി വരും. ചിലപ്പോൾ ടെലഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണേണ്ടി വരും. പക്ഷെ അത് നിയമവിധേയമല്ല ടെലഗ്രാമിൽ കാണുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം OTT പ്ലാറ്റ്ഫോമുകൾ വലിയ പൈസ ഒന്നുമില്ല ഇപ്പം കാണുക. OTT പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന സിനിമകളെ കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യാം. ഇപ്പം OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം വന്നിട്ടുണ്ട്, ഫഹദ് ഫാസിലിന്റെ ഫഫയുടെ ഓടും കുതിര ചാടും കുതിര വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ അർജുൻ അശോകന്റെ ഈ പറയുന്ന നമ്മുടെ സുമതി വളവ് വന്നിട്ടുണ്ട്, അതുപോലെ ആസിഫ് അലി നായകനായിട്ടുള്ള സർക്കിട്ട് എന്നീ സിനിമകൾ വന്നിട്ടുണ്ട്. 4 സിനിമകൾ ഇപ്പം OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് OTT പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇഷ്ടം പോലെ സിനിമകൾ, വീക്കെൻഡുകൾ, ശനിയും ഞായറും ഒക്കെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാം. സിനിമയ്ക്ക് കാശ് കൊടുക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെലവഴിക്കാം. അപ്പോൾ ഇത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഹൃദയപൂർവ്വം ലാലേട്ടന്റെ സത്യനന്ദിക്കാട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ OTT ഏത് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ പറയാം. ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. നമ്മുടെ ജിയോയിൽ അതുപോലെ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ഹൃദയപൂർവ്വം എന്നുള്ള മൂവി OTT വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓടും കുതിര ചാടും കുതിര നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച് അൽത്താഫ് ഡയറക്റ്റ് ചെയ്ത സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഓടും കുതിര ചാടും കുതിര. സുമതി വളവ് നമ്മുടെ ശ്രീ അശോകന്റെ മകൻ നമ്മുടെ അർജുൻ അശോകൻ നായകനായിട്ട് വന്ന യക്ഷിപ്പടമായിട്ടുള്ള പ്രേതപ്പടമായിട്ടുള്ള സുമതി വളവ് ഇത് ZEE5-ലാണ് ഉള്ളത്. ZEE5-ൽ അവൈലബിൾ ആണ് സുമതി വളവ്. അതുപോലെ തന്നെ സർക്കിട്ട് ആസിഫ് അലി നായകനായിട്ട് വന്നിട്ടുള്ള നല്ല മൂവിയായിരുന്നു. ആസിഫ് അലി നായകനായിട്ട് വന്നിട്ടുള്ള മൂവി മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 4 പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാശ് എക്സ്പെൻസ് വരും. കാരണം 4 പോയി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും നിങ്ങൾക്ക് കാണാം. ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് ടെലിഗ്രാം ആശ്രയിക്കാം. പക്ഷെ അത് ടെലിഗ്രാമിൽ ഈ പറയുന്ന പോലെ അതൊരു നഷ്ടമാണ്. ഒരുപാട് കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതാണ് ഈ സിനിമകളൊക്കെ. അതുപോലെ ഒരു സിനിമയോട് കേട്ടോ, ഫുട്ടേജ് എന്ന് പറഞ്ഞൊരു മഞ്ജുവാര്യർ പടമുണ്ട്. അതും OTT റിലീസ് ആയിട്ടുണ്ട്. സൺ നെക്സ്റ്റിലാണ് ആ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 5 പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ സിനിമ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ബെസ്റ്റ് പടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയപൂർവ്വം തന്നെ. ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ തിയേറ്ററിലൊക്കെ വൻ വിജയമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് ഫാമിലികൾക്ക് കാണാൻ പറ്റിയ, ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റിയ ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മൂവിയാണ് ഈ പറയുന്ന ഹൃദയപൂർവ്വം എന്നുള്ള മൂവി. ഫാമിലി പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ലാലേട്ടൻ നായകനായിട്ടുള്ള സംഗീത് പ്രതാപ് ലാലേട്ടൻ കോമ്പോയിൽ വന്നിട്ടുള്ള സത്യനന്ദിക്കാട് മൂവി. ആ കോംബോ മതിയല്ലോ. സത്യനന്ദിക്കാട് ലേബല് മാത്രം മതി. സത്യനന്ദിക്കാട് ലാലേട്ടൻ മോഹൻലാൽ ആ ലേബല് മാത്രം മതി. ആ കോംബോ മതി ആൾക്കാർക്ക് സിനിമ പോയിട്ട് കാണാനായിട്ട്. അപ്പോൾ ഫാമിലി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നേരെ പോവുക. നമ്മൾ ഈ പറയുന്ന പോലെ ഹോട്ട്സ്റ്റാറിലേക്ക് പോവുക. ഹോട്ട്സ്റ്റാറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവി കാണാൻ പറ്റും. നമ്മുടെ ഹൃദയപൂർവ്വം എന്നുള്ള മൂവി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, ജിയോ ഹോട്ട്സ്റ്റാറിൽ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫണ്ണായിട്ടുള്ള സിനിമയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര, അൽത്താഫ് 2 കടനാട്ടിൽ ഇടവേക്ക് ശേഷം അൽത്താഫ് ഡയറക്റ്റ് ചെയ്ത ഓടും കുതിര ചാടും കുതിര കാണാനായിട്ട് ഒന്നാണ്. അത് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ. നിങ്ങൾക്ക് അവിടെ പോയി കാണാം. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിന് വലിയ അഭിപ്രായങ്ങളൊന്നും തിയേറ്ററിൽ കിട്ടിയില്ല. എങ്കിലും നമുക്ക് OTT-യിൽ കാണാൻ വലിയ തിരക്കേടി വരില്ല. കുറച്ച് തമാശകളും ലാലിന്റെ ഒക്കെ കുറച്ച് തമാശകളും നല്ല പാട്ടുകളും ഒക്കെ ഉണ്ട്. കുറച്ച് ഒന്ന് മൈൻഡ് ഫ്രഷപ്പ് ആക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള പടം.
എടുക്കാം. അത് നിങ്ങൾക്ക് സെക്കൻഡറി ഓപ്ഷൻ അല്ല, ഒരു തേർഡ് ഓപ്ഷനായിട്ട് ആ സിനിമ എടുക്കാവുന്നതാണ്. സെക്കൻഡറി ഓപ്ഷന് വേറൊരു പടം വരുന്നുണ്ട്, സുമതി വളവ്. സുമതി വളവ് അത്യാവശ്യം ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സസ്പെൻസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള മൂവിയാണ് സുമതി വളവ്. സുമതി വളവ് തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ ഒരു സിനിമയാണ്, അത്യാവശ്യം നല്ല അഭിപ്രായം വന്ന സിനിമയാണ്. നമ്മുടെ മാളികപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, പിന്നെ അതിന്റെ ഡയറക്ടറാണ് ഒക്കെ ചെയ്തൊരു പടമാണ് ഈ പറയുന്ന സുമതി വളവ് എന്ന് പറയുന്ന അഭിലാഷ് പിള്ളയുടെ. അപ്പൊ അത് ZEE5 അവൈലബിൾ ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്, നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല, സമയനഷ്ടം തോന്നാത്ത ഒരു മൂവിയാണ്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഹൃദയപൂർവ്വം, പിന്നെ സുമതി വളവ്. ഈ രണ്ട് മൂവി ആ ഒരു കാറ്റഗറി വരിക. ഇനി മൂന്നാമത് വേറൊരു പടം കൂടെ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ സർക്കിട്ട്. ആസിഫ് അലി നായകനായിട്ടുള്ള സർക്കിട്ട് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമയാണ്, വളരെ ഇമോഷണൽ ടച്ച് ഉള്ള മൂവിയാണ്, നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അത് നമുക്ക് മൂന്നാമതായിട്ട് വെക്കാം, സർക്കിട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ. സർക്കിട്ട് മനോരമ മാക്സിൽ അവൈലബിൾ ആണ്, സർക്കിട്ട് എന്ന് പറഞ്ഞുള്ള മൂവി. അപ്പോൾ അത് നിങ്ങൾ മനോരമ മാക്സിൽ പോയിട്ട് നിങ്ങൾക്ക് സർക്കിട്ട് എന്ന് പറഞ്ഞ മൂവി കാണാനാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും, യൂത്ത് ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഓടും കുതിര ചാടും കുതിര പ്രിഫർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുട്ടേജ്, ലാസ്റ്റ് ഫുട്ടേജ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നമ്മുടെ മഞ്ജു വാര്യർ നായികയായിട്ടുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് കാണാനാണ്. അത് സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല, നമുക്ക് എന്തായാലും ജസ്റ്റ് കണ്ട് തീർക്കാവുന്ന ഒരു സിനിമ എന്ന് പറയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഈ OTT പ്ലാറ്റ്ഫോമിന്റെ പേര് പറയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓടും കുതിര ചാടും കുതിര ഈ പറഞ്ഞ പോലെ ഏതിലായിരുന്നു അവൈലബിൾ? നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സുമതി വളവ് ZEE5 അവൈലബിൾ ആണ്. സർക്കിട്ട് മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഫുട്ടേജ് എന്നുള്ള ഒരു മൂവി സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ ഇഷ്ടം പോലെ 4-5 സിനിമകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീക്കെൻഡ് അടിച്ചു പൊളിക്കാം.